ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെടികൾ എല്ലാം ഞാൻ റീഅറേഞ്ച് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതായത് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടികളെല്ലാം അതേപോലെ തന്നെ ഒരേ കളറിലുള്ള പോട്ട്സെല്ലാം അടുപ്പിച്ച് നല്ല വൃത്തിയായിട്ട് വെക്കുക. അതേപോലെ തന്നെ കള പറിക്കുക. ചെടിച്ചട്ടിയിലായതുകൊണ്ട് തന്നെ മഴയായതുകൊണ്ട് ഒരുപാട് പുല്ല് കയറി നശിപ്പിക്കുക. അതേപോലെ തന്നെ മഴ ഒരുപാട് വെള്ളം വീണ് ചില ചെടികൾ നശിച്ചു പോവുകയും ചെയ്യും. അതിലൊരു എക്സാമ്പിളാണ് എൻ്റെ ഈ റോസ് പ്ലാന്റ്. ഇപ്പോൾ ഈ മഴ വന്ന് ഈ ഇലകളൊക്കെ അങ്ങ് മഞ്ഞിച്ചു. അതായത് ഇത് വെള്ളമൊന്നും ഒട്ടും കെട്ടി നിൽക്കുന്നില്ല എങ്കിൽ തന്നെയും ആ ചെടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കെയർ കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഗാർഡനിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അതിൽ കുറച്ച് ടൈം എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, പുതിയ ഇത് ചെടി തെങ്ങിൻ്റെ തൈ ഞാൻ വാങ്ങിയതാണ്. ഇത് നമ്മുടെ മഞ്ഞ കളറിൽ കരിക്കിൻ്റെ തൈയാണിത്. കരിക്കുണ്ടാകുന്ന തെങ്ങിൻ്റെ തൈയാണിത്. അതേപോലെ തന്നെ ഇത് മഞ്ഞ റംബൂട്ടാൻ മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തണ്ടാണിത്. ഇതും നമുക്കൊന്ന് പിടിപ്പിക്കണം. അതേപോലെ ഗ്രാമ്പൂവിൻ്റെ ഒരു തൈ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് മഞ്ഞ റംബൂട്ടാൻ. ഇവിടെ ചുവന്ന റംബൂട്ടാൻ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞ റംബൂട്ടാൻ ഇതൊക്കെ നടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിനൊന്നും സമയമില്ല. ഒക്കെ സമയമുള്ള ടൈമിൽ ഞാൻ നടുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്റ്റാൻഡ് കണ്ടു. ഇതിൽ ചെടികൾ ചിലത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്, ചിലത് മഴവെള്ളമൊക്കെ വീണ് അത്ര നല്ല ഇതായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. വേറെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവെക്കാനും പോവുകയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റോസ് കണ്ടോ, അത് നല്ല രീതിയിൽ പൂത്ത് കൊലച്ച് നല്ല ഒരുപാട് ഇലകളുമായിട്ട് നിന്ന ഒരു റോസാണ്. ഇപ്പോൾ അതിൻ്റെ ഇലകളും പോയി. പിന്നെ പൂ വന്ന് പോയ ഭാഗവും അതുപോലെ തന്നെ കറുത്ത് വരുന്ന ബ്ലാക്ക് ഇങ്ങനെ ഡൈബാക്ക് ഡിസീസ് വന്ന തണ്ടുമൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് അതിന് സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മഴയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കളകൾ ചെടിയുടെ ചുവട്ടിൽ കിളിച്ച് വരും. അപ്പോൾ അതിൻ്റെ വേരും തണ്ടും ഒട്ടും ഷേക്ക് ചെയ്യാതെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ ഇതുപോലുള്ള കളകളൊക്കെ പറിച്ച് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്ത് കണ്ടോ. പക്ഷേ ഇത് ചെറിയ മുളയൊക്കെ വരുന്നുണ്ട്. അതായത് ചെറുതായിട്ട് മുളച്ച് ഇലകൾ ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ട, അടുത്തത് അതും റോസ് തന്നെയാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. നിറയെ മൊട്ടുകളുണ്ട്. ഇതൊരു പിങ്ക് കളറിലെ നല്ല ബ്യൂട്ടിഫുൾ, അതുപോലെ നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു റോസാണ് ഇത് കേട്ടോ. നല്ല മണമാണ്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു അതിൻ്റെ അടുത്തൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു മണം നല്ലതായിട്ട് നമുക്ക് കിട്ടും. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഞാൻ ഈ സ്റ്റാൻഡിൽ തന്നെ വെക്കുകയാണ്, എങ്ങോട്ടും മാറ്റുന്നില്ല. ഇത് നല്ലൊരു സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയാണ്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ റോസിന് പുതിയ മുട്ടുകളും ഒക്കെ വന്ന് നല്ല രീതിയിൽ ഇലകൾ കണ്ടോ. ഇതിൽ പ്രത്യേകിച്ച് കേടൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെയാണ്. അതുപോലെ മുട്ടിനും ആവശ്യത്തിന് വലിപ്പം ഉണ്ട്. ഇപ്പം ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. ഇലകൾക്ക് നല്ല പച്ച നിറത്തിൽ വരാനും നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാകാനും നിങ്ങൾ എപ്സം സോൾട്ട് ഒരു നുള്ള ഈ ചെടിയുടെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു ടിപ്പാണ്. നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തു, ആ ഒരു ടിപ്പും പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഇതിൻ്റെ ചുവട്ടിലെ കളയൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മണ്ണ് ഇളക്കുമ്പോൾ അതിൻ്റെ വേര് ഒട്ടും തട്ടാതെ വേണം, വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിൻ്റെ വേര് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ അങ്ങനെ കണ്ടോ, ഇതേപോലത്തെ ഒരു ടൂള് നിങ്ങൾക്ക് കിട്ടും. അത് വാങ്ങി ചെയ്യുക. അല്ലെങ്കിൽ ചെറിയൊരു കമ്പോ ചെറിയ തുമ്പയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതേപോലെ മണ്ണ് ഇളക്കി കൊടുക്കുക. മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ഓൾറെഡി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിന് വളം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇതേപോലത്തെ തൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തൊണ്ട് വെച്ച് ഇങ്ങനെ ഒന്ന് മൂടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിലെ ഇൻസെക്റ്റോ ജീവികളോ ഒന്നും വന്നിരിക്കാനിടയാകരുത്. ഇങ്ങനെ വെക്കുമ്പോൾ ചില പാമ്പൊക്കെയുള്ള ഏരിയയിലാണെങ്കിൽ അതുപോലുള്ള ജീവികൾ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പ് വെച്ച് പൊക്കിയതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾ വെക്കാൻ പാടുള്ളൂ. തൊണ്ട് വെക്കുന്നത് മൂലം അതിൻ്റെ വേരിന് നല്ലൊരു തണുപ്പ് കിട്ടും. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൊണ്ട് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല വെയിലുള്ള ഒരു സ്ഥലത്താണ്, അതുകൊണ്ടാണ് അത് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
പൂവില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് ഞാനിത് മാറ്റി വേറൊരു സൈഡിലേക്ക് വെക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും സാധാരണ ചെയ്യാറുള്ളൊരു കാര്യമാണ് പൂക്കളുള്ളത് നമുക്ക് കാണുന്ന ഭാഗത്ത് വെക്കണം. അന്നേരം നമുക്കത് എപ്പോഴും കാണാനും ഒരു സ്ട്രെസ് റിലീവാണ്. ഈ പൂക്കളൊക്കെ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ പൂക്കൾ വിടരുന്നത് കാണാനും അത് പ്രത്യേക ഒരു സന്തോഷം നമുക്ക് തരുന്നതാണ്. ഇപ്പോൾ അത് പൂക്കളില്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റി വെക്കുകയാണ്. അതേപോലെ തന്നെ ചെടികൾ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെക്കുമല്ലോ. അപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും വെയിറ്റ് അത്രയും പൊക്കിയെടുക്കില്ല. എസ്പെഷ്യലി നമ്മൾ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിലും നമ്മൾ ഈ വെയിറ്റ് ഇങ്ങനെ ഒരിക്കലും നമ്മൾ കയ്യിൽ പൊക്കിക്കൊണ്ട് പോകില്ല. അതിന് പകരം ഇതേപോലത്തെ ഒരു ചെറിയൊരു വണ്ടി പോലത്തെ ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഇത് വാങ്ങുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് ഏത് സ്ഥലത്തോട്ടാണോ വെക്കേണ്ടത് അവിടോട്ട് കൊണ്ടുപോയി വെക്കും. ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ വെയിറ്റ് എടുക്കും നമുക്ക് പല ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ട്. നടുവിന് പ്രശ്നം വരാനുള്ള കാര്യമുണ്ട്. അതുപോലെ യൂട്രസ് പ്രൊലാപ്സോ അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് റീഅറേഞ്ച് ചെയ്യുമ്പോഴും. പിന്നെ ഈ ഒരു അടീനിയമൊക്കെ ഞാൻ എടുത്തൊന്ന് മാറ്റി വെക്കുകയാണ്. കാരണം ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒട്ടും അതിൽ വെള്ളം കെട്ടിയിരുന്നും അടീനിയം മുഴുവൻ നശിച്ചു പോകും. പിന്നെ അടീനിയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ഉണ്ട്. എനിക്കൊരു സമ്മാനം കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചെടികളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അന്നേരം ഈ 2 ചെടികൾ ഞാൻ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഇത് കാണാൻ പ്രത്യേക രസം. ഇതിലേക്ക് ഞാനൊരു സ്പൈഡർ പ്ലാന്റിൻ്റെ തൈ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഈ 2 ചെടിയും കൂടെ നിൽക്കുന്നത് കാണാൻ ഒത്തിരി ഒരു നല്ലൊരു ഇതായിട്ട് തോന്നി. എന്നിട്ട് നിങ്ങൾക്കൊരു പ്ലാന്റ് ഐഡിയ പോലെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ 2 ചെടികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. അങ്ങനെ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. ഇതിൻ്റെ പേര് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. ഒരു അമരാന്തേ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇത് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണെങ്കിൽ നല്ല ചുവന്ന കളറിൽ വരുന്നൊരു ചെടിയാണ്. ഇത് ചുവന്ന ഇലയുമായിട്ട് ഒത്തിരി ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട്. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചെടി ഇഷ്ടപ്പെടും. ഇതിൻ്റെ കറക്റ്റ് പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന്. ഇത് കണ്ടത് ഞാനൊരു തൊട്ടിയിൽ നട്ട ചെടിയാണ്. കാണാൻ അതായത് പഴയ തുരുമ്പിച്ച ഒരു തൊട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് അതിന് ഹോൾസൊക്കെ ഇട്ടിട്ട് പെയിൻറ്റ് ചെയ്ത് അതിൽ നട്ടാണ് ഈ ചെടി. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു ചെടിയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഇതിന് പൂവൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് ഈ സ്റ്റാൻഡിലോട്ട് വെച്ചു. ഇപ്പോൾ ഈ ഒരു താഴത്തെ ഒരു സ്റ്റാൻഡിൻ്റെ സ്റ്റെപ്പയിൽ ഇത്രയും ചെടികളാണ് ഞാൻ വെച്ചേക്കുന്നതിൽ. റോസുണ്ട്, അതുപോലെ മറ്റ് ചെടികളും. പിന്നെ സെക്കൻഡ് സ്റ്റേജ് മുകളിലത്തെ തട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആഗ്ലോണിമ ചെടികളാണ്. ആഗ്ലോണിമ വെക്കുമ്പോൾ മുകളിലിരിക്കുമ്പോൾ അത് കാണാൻ ഒത്തിരി പ്രത്യേക ഭംഗിയാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് എനിക്ക് കിട്ടിയൊരു സമ്മാനം എന്ന് പറയുന്നത്. നമ്മുടെ അടീനിയത്തിൻ്റെ സീഡ്സ് ആ ചട്ടിയിൽ തന്നെ വീണ് കിടന്ന് അതിൻ്റെ അകത്ത് തന്നെ മുളച്ച് വന്ന തൈകളാണിത്. കണ്ട, എല്ലാം മിക്കതും മുളച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ പാകുന്നതും നടുന്നതും ഒരു വീഡിയോ പിന്നീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ മുകളിൽ ഓൾറെഡി 2 നമ്മുടെ ആഗ്ലോണിമ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ചട്ടി നിറയ്ക്കുമ്പോൾ, ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ വെയിറ്റ് മണ്ണിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല വെയിറ്റാണ്. ചട്ടി എടുത്ത് പൊക്കുമ്പോൾ നമുക്ക് പൊക്കാൻ പറ്റാത്ത അത്ര വെയിറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിനിയും ചട്ടി നിറയ്ക്കുകയാണെങ്കിൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് ചട്ടി നിറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നമുക്ക് കരിയില പകുതി വെച്ച് നിറയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് കൊക്കോപിറ്റിൻ്റെ അളവ് കൂട്ടി നിറയ്ക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്ത് പൊക്കാൻ ഇച്ചിരി കഷ്ടമാണ്. കണ്ട, അതേപോലെ തന്നെ വെക്കുമ്പോൾ നമ്മൾ ഒരേ കളറിലുള്ള ചട്ടികൾ ഒരേ റോയിൽ വെക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരേ ടൈപ്പ് ചെടികൾ ഒരു 3-4 എണ്ണം ഒരേ ടൈപ്പിൽ വെക്കുകയാണെങ്കിൽ കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കും. അത് നമ്മുടെ കയ്യിൽ ഓരോരുത്തരുടെയും കയ്യിൽ എന്തുമാത്രം ചെടിയുണ്ടോ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി അടുത്ത ഒരു മഴ വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമേ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.